സെൻസർ ബോർഡിന്റെ വിചിത്ര ഇടപെടൽ കാരണം 3 തവണയാണ് ഹാൽ എന്ന ചിത്രം അതിന്റെ റിലീസ് മാറ്റിവെക്കേണ്ടി വന്നത്. ഷെയ്ൻ നിഗം നായകനായിട്ടുള്ള ചിത്രമാണ്. ചിത്രത്തിന്റെ ഡയറക്ടർ സമീർ വീര നമ്മോടൊപ്പം, റഫീഖ് വീര നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഈ 3 തവണ ഇതിന്റെ റിലീസ് മാറ്റിവെക്കേണ്ടി വന്നത് ചിത്രത്തിന്റെ? നമ്മൾ സ്വാഭാവികമായിട്ട് മലയാള സിനിമകളൊക്കെ ഒരു ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ റിലീസിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടൊക്കെ തുടങ്ങുന്ന സിനിമകളാണ്. അടുത്ത ഓണത്തിന്, അടുത്ത സെപ്റ്റംബർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ സിനിമക്കും അതുപോലെ തന്നെ പ്രഖ്യാപിച്ചു. നോർമലായിട്ട് വലിയ ബ്രൂട്ടാലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഒഫൻസോ അല്ല ഒന്നും കാണിക്കാത്ത സെക്ഷൽ ഒരു സംഭവമില്ല ഇതിലെ. ബിരിയാണി, ബീഫ് ബിരിയാണി, ഒപ്പം തന്നെ രാഖി, കൂടാതെ ധ്വജപ്രണാം എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റണം എന്നൊക്കെ പറയുന്നു. അതെ, അങ്ങനെ വളരെ രസകരമായ ഒരു ലവ് സ്റ്റോറിയും വളരെ നർമ്മമുഹൂർത്തത്തിൽ കൂടെ പോകുന്ന കഥയും വളർന്നു വരുന്ന യുവത്വങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. പക്ഷെ ആ സിനിമ അതിലത്തെ മെസ്സേജാണ് ഇതിൽ ആരാണ് ഇത് എതിർക്കുന്നത് അവർ ഭയക്കുന്ന ആ മെസ്സേജാണ്. ആ മെസ്സേജ് ഭയക്കുമ്പോൾ അതിൽ അവർ കണ്ടെത്തുന്നത് അവരുടെ ആർക്ക് കൊള്ളുന്നത് അവര് ചിന്തിക്കുകയാണ് ഇത് ബീഫ് ബിരിയാണിയാണ്, ബീഫ് ബിരിയാണി കഴിക്കാൻ പാടില്ല. ഇവിടെ ബീഫ് ബിരിയാണി നിരോധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ബീഫ് ബിരിയാണി നമ്മൾ സിനിമ ഉപയോഗിച്ചിട്ടുണ്ടോ? എന്താ പ്രശ്നം? ബീഫ് ബിരിയാണി ഒരു വിഭാഗം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പശുവിനെ കഴിക്കാത്തവരുണ്ട്. ബീഫ് പശുവാണോ? അല്ല, പോത്താണ്. പോത്ത് ബിരിയാണി കഴിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ എടുക്കില്ല. മനസ്സിലായി? ഇവിടെ കഴിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ നമ്മൾ നിയമത്തിന് എതിരായിട്ടോ മതത്തിനെതിരായിട്ടോ രാഷ്ട്രത്തിനെതിരായിട്ടോ ആർക്കെതിരായിട്ടും ഒരു സിനിമ എടുത്തിട്ടില്ല. വളരെ രസകരമായ ഒരു സിനിമയിൽ നർമ്മമുഹൂർത്തങ്ങളിൽ വന്നു പോയിട്ടുള്ള ഈ ബീഫ് ബിരിയാണിയുടെ ഒരു ബീഫ് ബിരിയാണി കഴിക്കുന്നതും ഗണപതി വട്ടം എന്ന് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രണാമം എന്ന് പറയുന്നതും ഇതൊക്കെ ഈ സിനിമയിൽ നിന്ന് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞിട്ടുള്ളത്. ഇത് മാറ്റിയാലും ഞങ്ങൾക്ക് എ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മാറ്റിയാലും ഇതല്ല അവർ ഭയക്കുന്നത്, ആ മെസ്സേജിനെയാണ്. എത്ര കോടി രൂപ? 16 കോടി രൂപകളായിട്ട്. എ സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറയുമ്പോൾ ഈ വളർന്നു വരുന്ന യുവതലമുറകൾ ഈ സിനിമ കണ്ടിട്ട് ആ മെസ്സേജ് ഉൾക്കൊള്ളരുത് എന്നാണ് എ സർട്ടിഫിക്കറ്റ് ഉദ്ദേശിക്കുന്നത്. എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അഡൽട്സ് ഓൺലി, അതിന്റെ താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ല. അപ്പൊ കൗമാരക്കാർക്ക് ഞങ്ങൾ പറയുന്ന ഈ മെസ്സേജ് എത്തരുതെന്നാണ് ഇത് എതിർക്കുന്നവർ പേടിക്കുന്ന ഭയം. കോടതിയെ സമീപിച്ചിട്ട് എന്തായി? ബഹുമാനപ്പെട്ട കോടതി കാണട്ടെ. ഈ സിനിമ ഇവിടുത്തെ ഇറങ്ങുന്ന ജനങ്ങൾക്കോ കൗമാരങ്ങൾക്കോ വളർന്നു വരുന്ന വിദ്യാർത്ഥിനികളോ കാണാൻ പറ്റാത്ത സിനിമ. 3 തവണ ഇത് തന്നെ പറഞ്ഞുകൊണ്ടാണോ റിലീസ് മാറ്റി? അതെ, അല്ല, റിലീസ് മാറ്റിവെച്ചത് അവർ മാറ്റിക്കുന്നതല്ല. നമ്മളെ ശരിക്കും സെൻസർ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ പലയിടത്തും കടം മേടിച്ചിട്ടും ബുദ്ധിമുട്ടിയിട്ടൊക്കെ സിനിമ എടുക്കുന്നവരല്ലേ. എന്തുകൊണ്ടൊക്കെ ഇങ്ങനെ മാറ്റി? നമ്മൾ സെപ്റ്റംബറിൽ നമ്മൾ ഫസ്റ്റ് സെൻസറിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നോർമൽ ഒരു സിനിമക്ക് 4 ദിവസം കൊണ്ട് സെൻസർ കിട്ടും. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് റിലീസ് പ്രഖ്യാപിക്കുന്നു. ഇപ്പൊ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നതിന് ഇപ്പോഴും സെൻസർ എടുക്കാത്ത പടങ്ങളുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആദ്യത്തെ ഡേറ്റ് വെച്ചു, സെൻസർ കിട്ടിയില്ല. പിന്നെ ഡേറ്റ് വെച്ചു, അതിലും കിട്ടിയില്ല. ലാസ്റ്റ് ഡേറ്റ് വെച്ചപ്പോൾ ഇനി കിട്ടില്ല എന്ന് മനസ്സിലായി. ബഹുമാനപ്പെട്ട കോടതി, നീതിന്യായ വ്യവസ്ഥയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ വെച്ചിട്ടോ ആരെയും കണ്ടിട്ട് ഈ സിനിമ പുറത്തിറക്കാൻ കൊള്ളാത്ത സിനിമയാണ്, അല്ലെങ്കിൽ നാളെ വളർന്നു വരുന്ന യുവത്വങ്ങളോ അല്ലെങ്കിൽ കുട്ടികളോ കണ്ട് വളരാൻ പാടാത്ത മെസ്സേജാണ് ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറക്കണ്ട, ഞങ്ങൾ തയ്യാറാ. അല്ല, അത് ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും ഒരു ജസ്റ്റിസിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് നീതി കിട്ടും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്തിട്ട് ഞങ്ങൾ അതിന്റെ വിധി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അഡ്മിഷൻ ഉണ്ടായിരുന്നു, അടുത്ത ദിവസം മാറ്റി വെച്ചിട്ടുണ്ട് കേസ്. എന്തായാലും കോടതിയിൽ വിശ്വാസമുണ്ട്. 100% കോടതിയിലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ലാസ്റ്റ് നമ്മൾ വിശ്വസിക്കേണ്ട കോടതിയല്ലേ. കോടതി 100% നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് നീതി വാങ്ങിത്തരുന്നുള്ള ഉറപ്പാണ്. ഈ ഒരു അവസ്ഥയൊക്കെ മാറും എന്ന് 100% ഈ അവസ്ഥ മാറും. കാരണം ഒരു വിഭാഗം ഒരു അസഹിഷ്ണുത കാണിക്കുന്ന ഒരു വിഭാഗമല്ലല്ലോ ഇന്ത്യ എന്ന മഹാരാഷ്ട്രം. ബാക്കി ഒരുപാട് പേരും കൂടി ഉണ്ടല്ലോ. പ്രൊഡക്ഷനിൽ വലിയ പണം ചെലവ് വന്നിട്ടുണ്ടല്ലോ. ഒരു പ്രതീക്ഷയുണ്ട്. അതുതന്നെയാണ്. എന്തായാലും പറയുന്നത് പോലെ തന്നെ വലിയ പ്രതീക്ഷ കോടതിയിൽ ഇവർ ഇപ്പോൾ അർപ്പിച്ചിരിക്കുകയാണ്. 3 തവണയാണ് ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെക്കേണ്ടി വന്നത്. അതും പ്രത്യേക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബുർക്ക അണിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു വേറൊരു ഇഷ്യൂ കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം, ഐഡന്റിഫൈ മറക്കുന്ന ഡ്രസ്സാണ് ബുർക്ക എന്നും കൂടി അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. പറയേണ്ടതെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറയേണ്ടത് അവർ ഈ സിനിമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് പല കാര്യങ്ങൾ കൊണ്ടും ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെപ്പിച്ചിരിക്കുകയാണ്. കോടതിയിലാണ് തങ്ങൾക്ക് പ്രതീക്ഷ എന്നാണ് റഫീഖ് വീര പറഞ്ഞു വയ്ക്കുന്നത്.